ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഡാറ്റ ടൈപ്സിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾസോ എ സീക്വൻസ് ഡാറ്റ ടൈപ്പ് ഇൻ പൈത്തൺ. നമ്മൾ സീക്വൻസ് ഡാറ്റ ടൈപ്പ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ലിസ്റ്റ്, ടപ്പിൾ, അങ്ങനെ കുറച്ച് സീക്വൻസ് ഡാറ്റ ടൈപ്പ് പഠിച്ചു. ആൻഡ് സെറ്റ് ഈസ് ഓൾസോ എ സീക്വൻസ് ഡാറ്റ ടൈപ്പ്. Okay, it is a collection of data type that is unordered, unique, mutable, unindexed. Okay, so unordered ആയിരിക്കും. നമ്മളൊരു സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓർഡർ ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. ഇറ്റ് ഈസ് അൺഓർഡേർഡ് ആൻഡ് ദ വാല്യൂസ് മസ്റ്റ് ബി യുണീക്ക് ആൻഡ് മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ മീൻസ് വി ക്യാൻ ചേഞ്ച് ദ വാല്യൂസ് ആൻഡ് ഇറ്റ് ഈസ് അൺഇൻഡെക്സ്ഡ്. അൺഇൻഡെക്സ്ഡ് മീൻസ് നമ്മൾ ലിസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് ഓരോന്നിനും ഒരു ഇൻഡെക്സ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സപ്പോസ് 0, 1, 2, 3 ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരുന്നതെങ്കിൽ the index value for 0 is 0, index value for 1 is 1, then index for 2 is 2, and index for 3 is 3. Suppose if we want to define the numbers 2, 4, 6, 8, and 10, even numbers. Okay. Here also the index value of 2 is 0, index value of 4 is 1, 2, 3, 4. അപ്പം ഇൻഡെക്സ് വാല്യൂ എപ്പോഴും സ്റ്റാർട്ട്സ് വിത്ത് 0 ആൻഡ് ഇൻക്രിമെന്റിംഗ് ബൈ 1. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് പറയുന്നത്. പക്ഷേ സെറ്റിന്റെ കേസ് പറയുമ്പോൾ ഇറ്റ് ഈസ് അൺഇൻഡെക്സ്ഡ്. സോ നമ്മൾ സെറ്റ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സീക്വൻസ് ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്പ് ദാറ്റ് ഈസ് അൺഓർഡേഡ്. ഇതിനകത്ത് ഈ വാല്യൂസിന് ഒരു ഓർഡർ കാണില്ല. ഇറ്റ് ഈസ് അൺഓർഡേഡ് ആൻഡ് ദ വാല്യൂസ് ഓൾവേസ് മസ്റ്റ് ബി യുണീക്ക്. നമുക്ക് റിപ്പീറ്റഡ് വാല്യൂസ് ഒന്നും വരില്ല, യുണീക്ക് വാല്യൂസ് മാത്രമേ വരുള്ളൂ. ആൻഡ് മ്യൂട്ടബിൾ. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ചേഞ്ച് ദ വാല്യൂസ്. അതിനകത്തിലുള്ള വാല്യൂസിനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓൾട്ടർ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഒക്കെ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് അൺഇൻഡെക്സ്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മൈ സെറ്റ് ഈസ് ഈക്വൽ ടു 1, 2, 3. ഹിയർ വി ആർ ഡിഫൈനിങ് വൺ സെറ്റ് വിത്ത് വാല്യൂസ് 1, 2 ആൻഡ് 3. ഇത് തന്നെ വേറൊരു രീതിയിലും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ അതർ വേ ടു ഡിഫൈൻ എ സെറ്റ് ഈസ് മൈ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3. അപ്പോൾ ഹിയർ വി ആർ യൂസിങ് ദ സെറ്റ് ഫംഗ്ഷൻ. അപ്പോൾ സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ ഡിഫൈൻ ദ സെറ്റ് യൂസിങ് ദിസ് കേളി ബ്രേസസ്. ഓക്കെ, കേളി ബ്രേസസ് വെച്ചിട്ട് നമ്പേഴ്സ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് ആ വിത്തിൻ ദാറ്റ് സെറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് പാരന്തസിസ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്താലും ഇറ്റ് വിൽ ബി എ സെറ്റ്. അപ്പൊ ഇതിനകത്തിൽ കൊടുക്കുന്ന വാല്യൂസും സെറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്താലും ഇറ്റ്സ് എ സെറ്റ്. ഇനി ഒരു എം ടി സെറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് ആൻ എം ടി സെറ്റ്, നമ്മൾ കൊടുക്കേണ്ടത് എം ടി സെറ്റ് ഈസ് ഈക്വൽ ടു, ഇതെന്ന് പറയുന്നത് വേരിയബിൾ നെയിം ആണ്. എം ടി സെറ്റ് ഈസ് ദ വേരിയബിൾ നെയിം. എം ടി സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ്. അതായത് സെറ്റ് ഫംഗ്ഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് വി ആർ ക്രിയേറ്റിംഗ് ആൻ എം ടി സെറ്റ് വിത്ത് നൾ വാല്യൂസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ബേസിക് സെറ്റ് ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ ഈസ് ആഡ്. ഹിയർ വി ഹാവ് വൺ സെറ്റ് വിത്ത് നമ്പേഴ്സ് 1, 2 ആൻഡ് 3. 1, 2, 3 എന്നുള്ള നമ്പേഴ്സ് ഉള്ള ഒരു സെറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നു. സപ്പോസ് ഞാൻ ഇവിടെ എ ഡോട്ട്, സെറ്റിന്റെ നെയിം ആണ് എ. ഓക്കെ, എ ഡോട്ട്, ദെൻ വി ആർ യൂസിങ് ദിസ് ആഡ് ഫംഗ്ഷൻ. എ ഡോട്ട് ആഡ് ഓഫ് അനദർ വേരിയബിൾ 4 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് 4 ഈസ് ഓൾസോ ആഡഡ് ഇൻ അവർ സെറ്റ്. അപ്പൊ നമ്മുടെ സെറ്റിനകത്തിൽ ഇപ്പം 4 വാല്യൂസ് വന്നു. 1, 2, 3 ആൻഡ് 4 എന്ന് വന്നു. ഓക്കെ, അതുപോലെ തന്നെ അപ്ഡേറ്റ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് അപ്ഡേറ്റ്. ഇവിടെയും നമ്മൾ ഏതാണോ നമ്മുടെ സെറ്റ്, ഏത് സെറ്റിനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എ ഡോട്ട് അപ്ഡേറ്റ് ഓഫ് കുറച്ച് വാല്യൂസും കൂടെ നമ്മൾ കൊടുത്തു. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ആഡ് 3 വാല്യൂസ് 4, 5 ആൻഡ് 6, നമ്മൾ കൊടുക്കുന്നത് എ ഡോട്ട് അപ്ഡേറ്റ് ഓഫ് 4, 5, 6 വിത്തിൻ ബ്രാക്കറ്റ് വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുമ്പോൾ നമ്മുടെ 1, 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ കൂടെ ഇപ്പൊ കൊടുത്ത ഈ 4, 5, 6 കൂടെ ആഡ് ചെയ്ത് നമ്മുടെ പുതിയ സെറ്റ് 1, 2, 3, 4, 5, 6 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് റിമൂവ് ഫംഗ്ഷൻ. റിമൂവ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഓൾവേസ് വി ആർ കൺസിഡറിങ് ദ സെറ്റ് എ വിത്ത് വാല്യൂസ് 1, 2 ആൻഡ് 3. ഹിയർ വി ആർ റിമൂവിങ് ദ വാല്യൂ 2. ഓക്കെ, 2 റിമൂവ് ചെയ്യുന്നു. 2 റിമൂവ് ചെയ്യുമ്പോൾ ബാക്കി റിമൈനിങ് വാല്യൂസ് ഏതൊക്കെയാ? 1 ആൻഡ് 3. സോ എ ഡോട്ട് റിമൂവ് ഓഫ് 2 വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് 3. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്കാർഡ് ഫംഗ്ഷൻ. ഡിസ്കാർഡ് ഫംഗ്ഷനിൽ suppose in our set we have the values a is equal to 1, 2, 3 and 4. നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് 1, 2, 3, 4 ആണ്. 1, 2, 3 and 4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നത് എ ഡോട്ട് ഡിസ്കാർഡ് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് 4 വിൽ ബി ഡിസ്കാർഡഡ്. ബാക്കിയുള്ള വാല്യൂസ് 1, 2, 3 വിൽ ബി റിമൈനിങ് ഹിയർ. ഓക്കെ, അപ്പോൾ 1, 2, 3 മാത്രം കാണിക്കും.
സപ്പോസ് ഇഫ് 4 ഈസ് നോട്ട് ഇൻ അവർ സെറ്റ്, നമ്മളിപ്പോൾ റിമൂവ് ചെയ്യാൻ നോക്കുന്ന സെറ്റിനകത്ത് സപ്പോസ് 4 ഇല്ല എന്നാണെങ്കിൽ ഇറ്റ് വിൽ റേസ് ആൻ എറർ, അതായത് 4 ഈസ് നോട്ട് അവൈലബിൾ, വി കനോട്ട് റിമൂവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് നമുക്ക് കാണിക്കും. അപ്പോൾ ഇല്ലാത്ത ഒരു വാല്യൂവിനെയാണ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു എറർ മെസ്സേജ് ആയിരിക്കും പ്രിന്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് പോപ്പ് ഫംഗ്ഷൻ. പോപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് പോപ്പ് ഓഫ്. ദിസ് പോപ്പ് ഫംഗ്ഷൻ ഈസ് ഓൾസോ യൂസ് ടു റിമൂവ് സം വാല്യൂസ്. പക്ഷേ ഈ റിമൂവ് ചെയ്യുന്ന വാല്യൂസ് ആർ സെലക്ടഡ് റാൻഡംലി. ഏതെങ്കിലും ഒരെണ്ണം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. യൂസേഴ്സിന് അതിനകത്തിൽ റോളില്ല. നമ്മൾ എ ഡോട്ട് പോപ്പ് ഓഫ്, നമ്മുടെ കയ്യിലുള്ള എ ഈസ് ഈക്വൽ ടു 1 2 3 ആണ്. ഇഫ് യു വാണ്ട് ടു ഗിവ് എ ഡോട്ട് പോപ്പ് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വാല്യൂ, ഈ 1 2 3 എനി വാല്യൂ ഫ്രം ദിസ് 1 2 3 റിമൂവ്സ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം 1 റിമൂവ് ആയി, അപ്പൊ 2 3 ആണ് ബാക്കി വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഐറ്റം റാൻഡംലി റിമൂവ് ചെയ്യുന്നു. റിമൂവ് 1 ഐറ്റം റാൻഡംലി. നെക്സ്റ്റ് എ ഡോട്ട് ക്ലിയർ. ക്ലിയർ റിമൂവ്സ് ഓൾ ഐറ്റംസ് ഇൻ ദ സെറ്റ്. സെറ്റിലുള്ള എല്ലാ ഐറ്റംസും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലിയർ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻസ് ആഡ് പറഞ്ഞു, അപ്ഡേറ്റ്, റിമൂവ്, ഡിസ്കാർഡ്, പോപ്പ് ആൻഡ് ക്ലിയർ. ദിസ് ആഡ് ആൻഡ് അപ്ഡേറ്റ് എന്താ സംഭവിക്കുന്നത്? ആഡ് ന്യൂ ഐറ്റംസ്. അപ്പം പുതിയ ഐറ്റംസിനെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആഡ് ഫംഗ്ഷൻ ഓർ അപ്ഡേറ്റ് ഫംഗ്ഷൻ ആണ്. ഇഫ് യു വാണ്ട് ടു റിമൂവ് സം ഐറ്റംസ്, റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ റിമൂവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം, ഡിസ്കാർഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു വാല്യൂവിനെ മാത്രം റിമൂവ് ചെയ്യാനാണെങ്കിൽ വി ക്യാൻ യൂസ് പോപ്പ് ഫംഗ്ഷൻ. അതുപോലെ എല്ലാ ഫംഗ്ഷനെയും റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐട്രേറ്റിംഗ് ത്രൂ എ സെറ്റ്. ഒരു സെറ്റിൽ നമുക്ക് എങ്ങനെ, അതായത് എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എങ്ങനെ വിസിറ്റ് ചെയ്തിട്ട് വാല്യൂസ് പ്രിന്റ് ചെയ്യാം. ഐട്രേഷൻ മീൻസ് വിസിറ്റിംഗ് ഓൾ ദ വാല്യൂസ് ആൻഡ് പ്രിന്റിംഗ് ദാറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ സെറ്റിനകത്തിൽ എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസിനെയും നമുക്ക് ഐട്രേറ്റ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ആർ യൂസിങ് ദ ഫോർ ലൂപ്പ്. എപ്പോഴും ഐട്രേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൂപ്സ് ആണ്. ഐദർ ഫോർ ഓർ വൈൽ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ ഫോർ ലൂപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നത്? ഫോർ ഐറ്റം. ഐറ്റം ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വേരിയബിൾ നെയിം ആണ്. എനി വേരിയബിൾ നെയിം വി ക്യാൻ ഗിവ്. ഫോർ ഐ എന്നോ അല്ലെങ്കിൽ ഐറ്റം, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഐറ്റം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സെറ്റിലുള്ള ഓരോ വാല്യൂസിനെയും വി ആർ കോളിംഗ് ആസ് ഐറ്റം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഐറ്റം എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫോർ ഐറ്റം ഇൻ മൈ സെറ്റ്. മൈ സെറ്റ് ഈസ് ദ വേരിയബിൾ നെയിം ഓഫ് ദിസ് സെറ്റ്. അപ്പൊ ഫോർ ഐറ്റം ഇൻ മൈ സെറ്റ്. ദെൻ പ്രിന്റ് ഐറ്റം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ഈ നമ്മുടെ മൈസെറ്റ് എന്ന് പറയുന്ന സെറ്റിനകത്തിലുള്ള എല്ലാ വാല്യൂസും 1 by 1 ആയിട്ട് പ്രിന്റ് ചെയ്യും. ആൻഡ് ഈ വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നതിന്റെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം എന്നില്ല. നമ്മളിപ്പോ സപ്പോസ് കൊടുത്തിരിക്കുന്നത് 10 20 30 40 50 എന്നാണ്. പക്ഷേ ദ പ്രിന്റ് വാല്യൂസ് ദേ ആർ പ്രിന്റഡ് മേ ഡിഫർ. ഓക്കെ, നമ്മൾ കൊടുത്ത ഓർഡറിൽ തന്നെ പ്രിന്റ് ചെയ്യണം എന്നില്ല. വേറെ ഏതെങ്കിലും ഒരു ഓർഡറിൽ, റാൻഡം ഓർഡറിലായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്. പക്ഷേ എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്യും. ഇവിടെ 1 2 3 4 5 ഐറ്റംസ് ഉണ്ട്. ഹിയർ ഓൾസോ വി ക്യാൻ സീ ദാറ്റ് 5 ഐറ്റംസ് ആർ ദെയർ. ഓക്കെ, 5 ഐറ്റം ഉണ്ട്, പക്ഷേ ഡിഫറെന്റ് ഓർഡർ. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐട്രേഷൻ, ഐട്രേറ്റിംഗ് ടു എ സെറ്റ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് യൂണിയൻ ഫംഗ്ഷൻ. യൂണിയൻ ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ടു സെറ്റ്സ്. രണ്ട് സെറ്റ്സ് നമുക്ക് കമ്പൈൻ ചെയ്യണം. Here we have two sets, A with items 1 2 and 3 and B 3 4 5. നമ്മളിപ്പോൾ യൂണിയൻ കൊടുക്കുകയാണെങ്കിൽ either we can give A dot union of B or A then this pipe symbol. ഈ ഒരു പൈപ്പ് സിമ്പൽ കൊടുത്തിട്ട് A നമ്മൾ പറയുന്നത് ഓർ എന്നാണ്, A or B അല്ലെങ്കിൽ A dot union of B. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ combining these two sets. If any value is repeating, അത് ഒരു പ്രാവശ്യം മാത്രമേ പ്രിന്റ് ആകത്തുള്ളൂ. ഇവിടെ 1 2 3 2 ടൈംസ് വരുന്നുണ്ട്. ബട്ട് ഇവിടെ നോക്കിയാൽ കാണാം ഇറ്റ്സ് പ്രിന്റിംഗ് ഓൺലി വൺസ്. ഓക്കെ, അപ്പം റെപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്യും. അതിനാണ് യൂസ് ചെയ്യുന്നത് യൂണിയൻ. ഇനി ഇന്റർസെക്ഷൻ മീൻസ് എന്താണ്? കോമൺ വാല്യൂസ്, പ്രിന്റിംഗ് ഓൺലി കോമൺ വാല്യൂസ്. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഏതാ? A is equal to 1 2 and 3, B is equal to 3 4 5. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3. സോ ഇന്റർസെക്ഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ഡിസ്പ്ലേസ് ഓൺലി 3. അപ്പൊ ഇത് കൊടുക്കുന്നത് എങ്ങനെയാ? ഒന്നുകിൽ C is equal to A and symbol. ആൻഡ് സിമ്പിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, A ആമ്പർസാൻഡ് B. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം A ഡോട്ട് ഇന്റർസെക്ഷൻ ഓഫ് B. അപ്പൊ കോമൺ വാല്യൂ മാത്രം പ്രിന്റ് ആയി വരും.
നെക്സ്റ്റ് ഡിഫറൻസ്. ഡിഫറൻസിന് കൊടുക്കുന്നത് സി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം എ ഡോട്ട് ഡിഫറൻസ് ഓഫ് ബി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ളതും ദ വാല്യൂസ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ സെറ്റ് എ ആൻഡ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ സെറ്റ് ബി. എയിൽ ഉണ്ടായിരിക്കണം, ബിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എയിലുള്ളത് 1, 2 ആൻഡ് 3 ആണ്. ബിയിൽ എയിലുണ്ട്, ബിയിൽ ഇല്ല എന്നുള്ളത് ഏതൊക്കെയാ? 1ഉം 2ഉം. 3 രണ്ടിലും ഉണ്ട്. അപ്പൊ 3 നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എയിലുണ്ട്, ബിയിൽ ഇല്ലാത്തത് മാത്രം പ്രിന്റ് ചെയ്യുമ്പോൾ ബി വിൽ ഗെറ്റ് 1 ആൻഡ് 2. നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് ഡിഫറൻസ്. അടുത്ത ഒരെണ്ണമാണ്, അടുത്ത ഒരു ഓപ്പറേഷൻ ആണ് സിമെട്രിക് ഡിഫറൻസ്. ഈ സിമെട്രിക് ഡിഫറൻസിൽ നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എക്സ്പോണന്റിന്റെ സിമ്പൽ എ, ഈ ഒരു ക്യാപ്പ് പോലത്തെ ഈ ഒരു സിമ്പൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം എ ഡോട്ട് സിമെട്രിക് അണ്ടർസ്കോർ ഡിഫറൻസ് ഓഫ് ബി. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ടിനകത്തുനിന്നും കോമൺ ആയിട്ടല്ലാത്ത വാല്യൂസ്, അതായത് എയ്ക്കകത്തിൽ 1, 2, 3 ഉണ്ട് ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3, 4, 5. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3 മാത്രം. അപ്പോൾ കോമൺ അല്ലാത്ത ടേംസ് ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് അവർ ഇന്റർസെക്ഷൻ ഫംഗ്ഷൻ. ഇന്റർസെക്ഷനകത്തിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് പ്രിന്റ് ചെയ്യുന്നു ആൻഡ് സിമെട്രിക് ഡിഫറൻസിനകത്തിൽ രണ്ടിലും യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് കമ്പൈൻ ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സിമെട്രിക് ഡിഫറൻസിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിസ്പ്ലേസ് ദ വാല്യൂസ് ഫ്രം ബോത്ത് സെറ്റ് എ ആൻഡ് ബി. ആ ബോത്ത് സെറ്റ് എ ആൻഡ് ബി എന്ന് പറയുന്ന വാല്യൂസ് എങ്ങനെയുള്ളതായിരിക്കണം? ദ വാല്യൂസ് ആർ നോട്ട് എന്താ കോമൺ വാല്യൂസ് ആർ നോട്ട് കോമൺ. കോമൺ ആയിട്ടുള്ളതൊന്നും പ്രിന്റ് ചെയ്യാതെ കോമൺ അല്ലാത്ത വാല്യൂസ് എല്ലാം ചേർത്ത് പ്രിന്റ് ചെയ്യുന്നതാണ് സിമെട്രിക് ഡിഫറൻസ്. ഇനി എന്താണ് നമ്മൾ സെറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെറ്റ്? ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ആൻഡ് ടപ്പിൾ സീക്വൻസ് ഡാറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. ഇനി അതേപോലെ നമുക്ക് യൂണിയൻ, ഇന്റർസെക്ഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസ്, ഡിഫറൻസ്, സിമെട്രിക് ഡിഫറൻസ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ സെറ്റ്സ് മേക്സ് ദീസ് ഫങ്ഷൻസ് ഈസിയർ. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റോ ടപ്പിളോ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും യൂണിയൻ, ഇന്റർസെക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് നമുക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ വി ക്യാൻ യൂസ് ദ സെറ്റ്. അടുത്ത അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് യു വാണ്ട് ടു എൻഷുർ യുണീക്നെസ് സെറ്റ് ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ പറഞ്ഞു സെറ്റിന്റെ പ്രോപ്പർട്ടി ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് അതിലുള്ള വാല്യൂസ് മസ്റ്റ് ബി ഓൾവേസ് യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഓർഡേർഡ് ആണ്, യുണീക്ക് ആണ്. ഓക്കെ, അപ്പോൾ യുണീക്ക് വാല്യൂസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ചെക്ക് ദ യുണീക്ക് ഐഡീസ് യൂസിങ് ആഡ് ഫംഗ്ഷൻ ടു ആഡ് ഈച്ച് യുണീക്ക് ഐ ഡി. നമുക്ക് യുണീക്നെസ്, എന്തെങ്കിലും യുണീക്ക് വാല്യൂസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. സപ്പോസ് ഇഫ് യു വാണ്ട് ടു ആഡ് മോർ വാല്യൂസ് ഇൻ ടു ദാറ്റ് സെറ്റ് വി ക്യാൻ യൂസ് ദ ആഡ് ഫംഗ്ഷൻ. അപ്പോൾ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഇൻസേർട്ട് ചെയ്തു. ദെൻ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള യുണീക്ക് വാല്യൂസ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വി ക്യാൻ ആഡ് ഓൾ ന്യൂ ഇൻകമിങ് ഐറ്റംസ്. അപ്പം 1 by 1 ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ ആഡ് ഫംഗ്ഷൻ. ആൻഡ് ഇഫ് യു വാണ്ട് ടു ആഡ് മോർ ഐറ്റംസ് ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പായിട്ട് ഐറ്റംസ് ആഡ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ അപ്ഡേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആഡ് യൂസ് ചെയ്യാം, അപ്ഡേറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഐറ്റം, ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഇൻവെന്ററിയുടെ ഒക്കെ ഒരു കേസ് വരുമ്പോൾ, ഒരു സ്റ്റോക്കിന്റെ കേസ് ഒക്കെ നോക്കുമ്പോൾ ഒരു സ്റ്റോക്ക് റിലേറ്റഡ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനും നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് സപ്പോസ് ഇഫ് യു ഹാവ് എ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇഫ് യു ഹാവ് എ ഷോപ്പ് there you added some items into that, അല്ലെങ്കിൽ the new items are added in the list എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കണം, നമുക്ക് സെറ്റ് ആണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഐറ്റം ആണ് വരുന്നതെങ്കിൽ we are using add function. If we want to add items in a group, ഇപ്പോൾ ഒരു കടയിലോട്ട് സാധനം വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം ഒരു സാധനമായിട്ടായിരിക്കത്തില്ല വരുന്നത്, ഒരു സെറ്റ് ഓഫ് സാധനങ്ങളായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് അപ്ഡേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഐറ്റംസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു സാധനം നമ്മൾ എന്താ ഒരാൾ വാങ്ങിയിട്ട് പോയി, അപ്പോൾ ആ സാധനം നമ്മൾ വിറ്റു എന്നാകുമ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാം യൂസിങ് ദ റിമൂവ് ഫംഗ്ഷൻ ഓർ ഡിസ്കാർഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെറ്റിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ഓപ്പറേഷൻസ് ഇത്രയുമാണ്. സെറ്റിന്റെ ഒരു ഓവറോൾ ഐഡിയ ഇതാണ് വരുന്നത്. ഓക്കെ.